അസ്സലാമു അലൈക്കും. ഇന്ന് വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു ഇഫ്താർ മീറ്റാണ്. ഡൗൺ സിൻഡ്രോം ട്രസ്റ്റിൻ്റെ 25 വർഷത്തെ ഹിസ്റ്ററിയിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു ഇഫ്താർ മീറ്റ്. അതിൻ്റെ ഒരു ഭാഗമാവാൻ എനിക്കും സാധിച്ചു. സത്യം പറഞ്ഞാൽ ഇതൊരു നോമ്പ് തുറ മാത്രമായിരുന്നില്ല, ഒരു ഫാമിലി റീയൂണിയൻ ആയിരുന്നു. അഴിഞ്ഞിലത്തുള്ള മലബാർ വൈറ്റ് ഹൗസിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ നമ്മുടെ ഇഫ്താർ മീറ്റ്. വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. നല്ല ആംബിയൻസും കാം അറ്റ്മോസ്ഫിയറും പിന്നെ നല്ല ചിരിക്കാൻ മാത്രം അറിയുന്ന മാലാക കുട്ടികളും കൂടി ആയപ്പോൾ അവിടെ മൊത്തം പോസിറ്റീവ് വൈബ്. കൂടെ ഈ മക്കളുടെ പേരൻസും പിന്നെ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഡോക്ടർ ഷാജി സാറിൻ്റെ ഫാമിലിയും. ഒരു 4:30 തന്നെ നമ്മളെല്ലാവരും അവിടെ ഹോട്ടലിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം കുറച്ച് സമയം ഒരു മീറ്റിംഗ് പോലെ എല്ലാവരും ദോസ്തിനെ കുറിച്ചും നമ്മളെ കുട്ടികളെ കുറിച്ചൊക്കെ സംസാരിച്ചു. ഗസ്റ്റായിട്ട് നമ്മുടെ റോഷൻ സാറും ട്രസ്റ്റി മെമ്പേഴ്സും അങ്ങനെ ഈ കുട്ടികളെ സ്നേഹിക്കുകയും അവർക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന കുറേ പേര്. ഞങ്ങൾ ഡിസേബിലിറ്റി കുട്ടികളുടെ പേരൻസ് ഫാമിലിയിലായാലും പബ്ലിക്കിലായാലും ഒക്കെ നമ്മുടെ മക്കൾ ഡിസേബിൾ ആണെന്ന് അറിയാമായിരുന്നിട്ടും ഞങ്ങൾ കുത്തി നോക്കുന്ന ചോദ്യങ്ങളുമായി ആരെങ്കിലുമൊക്കെ മുന്നിൽ വരും. ഇന്ന് ഇവിടെ അങ്ങനെ ഒരു ഫീലും ഒരു പേരൻസിനും അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ അവിടെ എല്ലാവരും ഈക്വലായിരുന്നു. കഴിഞ്ഞ 25 വർഷമായി ദോസ്ത് നടത്തുന്ന സേവന പ്രവർത്തനങ്ങളെല്ലാം ഇതുപോലെ ഓരോ ഡൗൺ സിൻഡ്രോം കുട്ടികളുടെയും അവരുടെ പേരൻസിൻ്റെയും ഹാപ്പി ഫേസിന് വേണ്ടിയാണ്. പിന്നെ ഈ പ്രോഗ്രാമിൽ എടുത്തു പറയേണ്ട ഒരാളാണ് ആസ്കോൺ ബിൽഡേഴ്സിൻ്റെ അസൻക. അവരുടെ വലിയ മനസ്സാണ് ഇതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഈവനിങ് നമുക്കൊക്കെ സമ്മാനിച്ചത്. ഇത്രയും നല്ല ഫുഡും നല്ല അറ്റ്മോസ്ഫിയറും ഹാപ്പി ഫേസൊക്കെ എല്ലാവരിലും ഉണ്ടാക്കി തന്ന അസൻകൊക്കെ ഹാറ്റ്സ് ഓഫ് യു. താങ്ക് യു അക്ക. ദോസ്തിൽ മൂപ്പരില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ശരിക്കും ഇങ്ങനെ ഒരു ഇഫ്താർ മീറ്റും ഉണ്ടാവില്ലായിരുന്നു. ഇതുപോലൊരു പ്രോഗ്രാം എന്തുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആയി എന്ന് ചോദിച്ചാൽ ഇത് ഞങ്ങളുടെ കുട്ടികളുടെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുന്ന സ്പേസ് ആയിരുന്നു. കാരണം അവർക്ക് ചുറ്റുമുണ്ടായിരുന്നത് അവരെ മനസ്സിലാക്കാൻ കഴിയുന്നവരായിരുന്നു. ഞങ്ങൾ പാരൻസിന് ഒരു റിലീഫും ആയിരുന്നു, ഒരു ഷെയറിങ് പ്ലേസ്. ഇവിടുത്തെ ഫുഡ് അറേഞ്ച്മെൻറ്റ് പറയാതെ പോയാൽ ശരിയാവില്ല. എല്ലാം നല്ല അടിപൊളി ഐറ്റംസ് ആയിരുന്നു. ഫ്രഷ് ജ്യൂസ്, ലൈം, തരിക്കഞ്ഞി, പിന്നെ ചിക്കൻ ബിരിയാണി, കട്ട്ലേറ്റ്, സമൂസ, പിന്നെ പൊറോട്ട, ചിക്കൻ കറി, ടീ, അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു. ദോസ്ത് 25 വർഷം കഴിഞ്ഞിട്ടും ഇത്രയും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് ഇതുപോലെയുള്ള സ്നേഹവും സപ്പോർട്ടും കൊണ്ടാണ്. ദോസ്ത് ചെയർമാൻ ഷാജി സാറ്, ട്രസ്റ്റി മെമ്പേഴ്സും പേരൻസും എല്ലാവരും ചേർന്ന ടീമാണ് ദോസ്ത്. ഇതുപോലെ കുട്ടികൾക്കും പേരൻസിനും ഇടയിൽ ഇറങ്ങി ചെല്ലുന്ന ഒരു ഡോക്ടറെ നിങ്ങൾ വേറെ കണ്ടിട്ടുണ്ടോ? ഈ ഇഫ്താർ നമുക്കൊരു പ്രതീക്ഷയാണ്. ഇനിയും ഉണ്ടാവും നമുക്ക് ചുറ്റും അറിയാത്ത വീടിനുള്ളിൽ ഒതുങ്ങിപ്പോയ ഡൗൺ സിൻഡ്രോം അവസ്ഥയിലുള്ള മക്കളും അവരെ കൊണ്ട് വേദനിക്കുന്ന പേരൻസും ഒക്കെ. ഈ വീഡിയോ കണ്ടിട്ട് അവരുടെ ഒക്കെ ഫേസിൽ ചിരി പടരണം. അങ്ങനെ കൂടുതൽ കുട്ടികൾ ദോസ്തിൻ്റെ തണലിൽ പാറിപ്പറക്കണം. അവരറിയണം ഇത്രയും സപ്പോർട്ടീവായൊരു സിസ്റ്റം നമ്മുടെ ചുറ്റും ഉണ്ടെന്ന്. എനിക്ക് നോമ്പ് തുറക്കാനുള്ളതുകൊണ്ട് ഒരുപാട് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ഇനി മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് കാണാം.